നടനും എം.എൽ.എയുമായ എം മുകേഷിനെതിരെ മരട് പോലീസ് കേസെടുത്തു. എറണാകുളം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എം മുകേഷിനെതിരെ വീണ്ടും കുരുക്കുമുറുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഈ നടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തു എന്ന് മനസ്സിലാക്കാനാവുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, 2 ദിവസം മുമ്പാണ് എം മുകേഷ് എം.എൽ.എ തന്നെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചലച്ചിത്ര പ്രവർത്തക പോലീസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി കൈമാറിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ അജിത ബിഗോം അതോടൊപ്പം തന്നെ പൂങ്കുഴലി നേതൃത്വത്തിലുള്ള സംഘം ഇവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. ഈ മൊഴിയിൽ താൻ ഉറച്ചു നിൽക്കുന്നു, തന്റെ പരാതിയിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇന്നലെ തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം നടന്ന മരട് പോലീസിലേക്ക് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കിട്ടിയ പരാതി കൈമാറിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മുകേഷ് എം.എൽ.എക്കെതിരെ മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കുന്ന അനുസരിച്ച് 354 പ്രകാരം തന്നെയാണ് മുകേഷിനെതിരെയും കേസ് എടുത്തിരിക്കുന്നത്. നാടകമേ ഉലകം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റുമായി ബന്ധപ്പെട്ട ആണ് ഇത്തരത്തിൽ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചത് എന്ന് ഈ നടി നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേസ്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാകുന്ന കാഴ്ച. CPI-എം പ്രതിസന്ധിയിലായിരിക്കുന്നു. നേരത്തെ ആദ്യഘട്ടത്തിൽ മുകേഷ് ഈ പരാതിയെല്ലാം പൂർണ്ണമായി നിഷേധിച്ചിരുന്നു. ഇത് ബ്ലാക്ക് മെയിലിംഗ് ഇവർ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നേരത്തെ ശ്രമിച്ചിട്ടുണ്ട്, പൈസ തട്ടാനുള്ള പരിപാടിയാണ് എന്നെല്ലാം പറഞ്ഞ വളരെ രാഗത്തോടെ തള്ളിയെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ കേസിൽ ചില ഗൗരവകരമായ കാര്യങ്ങളുണ്ട് എന്ന പശ്ചാത്തലത്തിലാണ് കേസ് മരട് പോലീസിന് കൈമാറുകയും ഇപ്പോൾ മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഈ മീറ്റു ആരോപണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഒരു ജനപ്രതിനിധിക്കെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ആദ്യം കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ കേസ് വരുന്നു. ഇപ്പോൾ ഇതാ മുകേഷ് എം.എൽ.എക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ക്രിസ്റ്റീന, വിഷ്ണു, ഒരു ജനപ്രതിനിധിക്കെതിരായി ഈ വിഷയത്തിലുണ്ടാകുന്ന ആദ്യ കേസാണ്. കഴിഞ്ഞ ദിവസത്തിലൊക്കെ പ്രതിരോധത്തിലായിരുന്നു മുകേഷ്. തനിക്ക് പാർട്ടിയിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ല എന്ന പരാതി പോലും മുകേഷ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നടിയുടെ മൊഴിയെടുത്തിരിക്കുന്നു. ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് SITക്ക് മനസ്സിലായിരിക്കുന്നു. അടുത്ത നടപടി എന്താവും? ക്രിസ്റ്റീന, പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള പ്രധാന വെല്ലുവിളി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അതിന്റെ ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ ശേഖരിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം. മുകേഷിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുകേഷ് പരാതിയായി പാർട്ടി വേദികൾ ഉയർത്തിയത് താനൊരു CPI-എം MLA ആയതുകൊണ്ട് മാത്രമാണ് തന്നെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത്, മറ്റു ഒരു കാരണവും തനിക്കെതിരെ ഇല്ല, ഈ പരാതികളെല്ലാം അടിസ്ഥാനരഹിതമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് ഈ തനിക്ക് നേരെയുള്ള ആക്രമണം. പക്ഷേ CPM-ന്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള പിന്തുണയും തനിക്ക് ലഭിക്കുന്നില്ല എന്നൊരു അതൃപ്തി അദ്ദേഹം പാർട്ടി വേദികളിൽ പറയുകയുണ്ടായി. പക്ഷേ CPM ആകട്ടെ ഇത്തരം വിഷയങ്ങളിൽ MLA സംരക്ഷിക്കേണ്ട നിലപാട് എടുക്കേണ്ടതില്ല എന്നുള്ള കാര്യത്തിലാണ് CPM നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇദ്ദേഹത്തോട് രാജിവെച്ച് ഒഴിയാനൊക്കെ ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. CPM ഒരു തരത്തിലുള്ള സംരക്ഷണവും മുകേഷിന് ഒരുക്കില്ല എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷം ഒരു വശത്ത് MLA-യുടെ രാജിക്കായി മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും പാർട്ടി വേദിയിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി സ്ഥലങ്ങളിൽ നിന്ന് അത്തരത്തിലൊരു ആവശ്യം മുകേഷുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്നിട്ടില്ല. അതിന് പ്രധാനമായും CPM പറയുന്നത് സമാനമായ രീതിയിൽ പ്രതിപക്ഷ MLA-മാർക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണം ഉയർന്നത്. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയൊക്കെ നേരത്തെ സമാനമായ രീതിയിൽ ആരോപണം ഉയർന്നപ്പോൾ അവരാരും രാജിവെച്ചിട്ടില്ല. കേസ് തെളിഞ്ഞ ശേഷം മാത്രം നടപടി മതി എന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം പോയി. ആ ഒരു നിലപാട് തന്നെ സ്വീകരിക്കാനായിരിക്കും ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ തീരുമാനം. പക്ഷേ ഇടതുപക്ഷ നയമനുസരിച്ച് ആ തീരുമാനം അത് എത്രത്തോളം ശരിയാണ്, ധാർമ്മികതയുടെ പ്രശ്നം ഇല്ലേ എന്നുള്ള ചോദ്യം പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. ആ രാജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാർട്ടി വേദിയിൽ തന്നെയാണ്. എന്തായാലും നിലവിൽ കേസ് എടുത്തിരിക്കുന്നു. ആ കേസിനെ പ്രതിരോധിക്കുക CPI-എമ്മിനെ സംബന്ധിച്ചിടത്തോളം, മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അല്പം ദുർഘടം പിടിച്ച വഴിയായിരിക്കും. കാരണം ഇത് രാഷ്ട്രീയമായി, കേവലം സിനിമയ്ക്കെന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായി കൂടി മുകേഷിനെതിരെയുള്ള കേസ് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജനപ്രതിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്തിരിക്കുന്ന ഒരാളാണ്. അയാളുടെ ഭാഗത്താണ് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ കൊടിയ ലൈംഗിക അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നത് എന്നെല്ലാമുള്ള ഒരു വെളിപ്പെടുത്തൽ. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും CPM-നെ സംബന്ധിച്ചിടത്തോളം. ക്രിസ്റ്റീന, ശരി, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഒരു ജനപ്രതിനിധിക്കെതിരായ ആദ്യ കേസ് എടുത്തിരിക്കുകയാണ് എം മുകേഷ് MLA-ക്കെതിരെ. ഇനി എം മുകേഷ് MLA ജനപ്രതിനിധി സ്ഥാനത്ത് തുടരണോ, മറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടാകും.